ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ തിരുഹൃദയ വണക്കത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ ആഴപ്പെട്ടു വളരുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 6 പ്രാർത്ഥനകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന അത്ഭുതകരമായ ഒരു തിരുഹൃദയ പ്രാർത്ഥനയാണ്. സങ്കട സമയങ്ങളിൽ, പ്രതിസന്ധി സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന നിയോഗം വെച്ച് ചൊല്ലാവുന്നതാണ്. അനന്ത നന്മസ്വരൂപനായ ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ഈ വലിയ ആവശ്യത്തിൽ ഇവിടെ നിങ്ങളുടെ ആവശ്യം സമർപ്പിക്കുക. എനിക്ക് തുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ എൻ്റെ വേദനകളിലും പ്രയാസങ്ങളിലും എന്നെ കാത്തുരക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. നിയോഗം സമർപ്പിച്ച് ഈ ഒരു മാസം മുഴുവനും നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സമർപ്പണ പ്രാർത്ഥനയാണ്. ഓ ഈശോയുടെ അതിപരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ എന്നെ തന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രവൃത്തികളെയും എൻ്റെ സന്തോഷങ്ങളെയും എൻ്റെ ദുഃഖങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനുമല്ലാതെ മറ്റൊരു ലക്ഷ്യവും എനിക്കില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും കേന്ദ്രവുമായി അങ്ങ് വാഴണമേ. എൻ്റെ ദൗർബല്യങ്ങളെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണമാക്കണമേ. ഓ ദിവ്യഹൃദയമേ, എൻ്റെ എല്ലാ പ്രത്യാശകളും അങ്ങയിൽ ഞാൻ നിക്ഷേപിക്കുന്നു. എൻ്റെ എല്ലാ ഭയങ്ങളും ആശങ്കകളും അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സഭയെയും ലോകമൊട്ടാകെയും അനുഗ്രഹിക്കണമേ. എൻ്റെ അവസാന നിമിഷത്തിൽ എന്നെ ഉപേക്ഷിക്കാതെ അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ എന്നെ സ്വീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഇനി മൂന്നാമത്തെ പ്രാർത്ഥന വിശുദ്ധ ജർദ്രൂദിന്റെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയാണ്. ഓ ഈശോയുടെ തിരുഹൃദയമേ, നിത്യജീവന്റെ ഉറവിടമേ, അങ്ങയുടെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു അഗ്നിചൂളയാണ്. അങ്ങെൻ്റെ അഭയകേന്ദ്രവും എൻ്റെ വിശുദ്ധ സങ്കേതവുമാകുന്നു. ഓ ആരാധ്യനും സ്നേഹനിധിയുമായ എൻ്റെ രക്ഷകനെ, അങ്ങയുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന അതേ സ്നേഹാഗ്നിയാൽ എൻ്റെ ഹൃദയത്തെയും ദഹിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ ആത്മാവിലേക്ക് പകർന്നു തരണമേ. എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തോട് ഏകീഭവിക്കട്ടെ. എൻ്റെ ഇച്ഛ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തിരുഹിതത്തോട് അനുരൂപമാകട്ടെ. അങ്ങയുടെ തിരുഹിതം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളുടെയും പ്രവൃത്തികളുടെയും നിയമവും മാർഗദർശവുമായിരിക്കട്ടെ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇനി നാലാമത്തെ പ്രാർത്ഥന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രവും അതിൻ്റെ സ്നേഹവും അതിൻ്റെ സന്തോഷവുമായ അങ്ങയെ കണ്ടെത്തുന്നതുവരെ എൻ്റെ ഹൃദയത്തിന് ഒരിക്കലും വിശ്രമം ലഭിക്കാതിരിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിലെ മുറിവിനാൽ, ദുഷ്ടതയാലോ ദുഷിച്ച ആഗ്രഹങ്ങളാലോ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ബലഹീനമായ ഹൃദയത്തെ അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ സ്ഥാപിക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെയും മാർഗദർശനത്തിൻ്റെയും കീഴിൽ അതിനെ എപ്പോഴും നിലനിർത്തണമേ. അങ്ങനെ എൻ്റെ അവസാന ശ്വാസം വരെ നന്മ ചെയ്യുന്നതിലും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലും ഞാൻ സ്ഥിരതയോടെ നിലനിൽക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് സദൃശ്യമാക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇനി അഞ്ചാമത്തെ പ്രാർത്ഥന വാഴ്ത്തപ്പെട്ട മിഖായിൽ പ്രോയുടെ
ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നാൽ അതിനെ അങ്ങയുടെ ഹൃദയത്തിനുള്ളിൽ അങ്ങനെ സംരക്ഷിക്കണമേ. അതൊരിക്കലും അങ്ങയിൽ നിന്ന് വേർപെടാതിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. എന്നാൽ എൻ്റെ ഈ സമർപ്പണ വാഗ്ദാനം പാലിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ ബലിയർപ്പണം വരെ പോലും അതിനെ വിശ്വസ്തയോടെ നടപ്പിലാക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. ഈശോയുടെ തിരുഹൃദയമേ, എന്നെ അങ്ങയിലെന്നും നിലനിർത്തണമേ. അടുത്തത് 6ാമത്തെ പ്രാർത്ഥന, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള മെമ്മോറാരെ പ്രാർത്ഥന. ഓ അത്യന്തം ദയാലുവായ യേശുവേ, അങ്ങയുടെ തിരുഹൃദയത്തെ ആശ്രയിച്ചവരിൽ, അതിൻ്റെ സഹായം യാചിച്ചവരിൽ, അതിൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ചവരിൽ ഒരാളും ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കണമേ. അതേ അചഞ്ചലമായ വിശ്വാസത്താൽ നിറഞ്ഞ് പ്രചോദിതനായി ഓ ദിവ്യഹൃദയമേ, എല്ലാ ഹൃദയങ്ങളുടെയും അധിപതിയായ അങ്ങയിലേക്കാണ് ഞാൻ ഓടിയെത്തുന്നത്. എൻ്റെ പാപങ്ങളുടെ ഭാരത്താൽ അമർന്നിരിക്കുന്ന ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ സാഷ്ടാംഗം വീണു പ്രാർത്ഥിക്കുന്നു. അയോഗ്യനായ ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ അവഗണിക്കരുതേ. മറിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം നൽകണമേ. എൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും എന്നെ താങ്ങി നിർത്തണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നോട് കൂടെയിരിക്കണമേ. പ്രത്യേകിച്ച് എൻ്റെ മരണവേളയിൽ. ഓ കൃപാനിധിയായ യേശുവേ, ഓ സ്നേഹാർഹനായ യേശുവേ, ഓ അനന്ത സ്നേഹമുള്ള യേശുവേ, ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, എന്നോട് കരുണ കാണിക്കണമേ. ഈ 6 പ്രാർത്ഥനകളും അതിശക്തമായ പ്രാർത്ഥനകളാണ്. നിങ്ങൾക്ക് ഈ ജൂൺ മാസം മുഴുവനും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്ന അനുസരിച്ച് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണവും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും നിറയും. ഈശോ അനുഗ്രഹിക്കട്ടെ.